ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി ഒരുപാട് മുടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെയും രേവതിയുടെയും താലിക്കോർക്കൽ ചടങ്ങ് ഭംഗിയായിട്ട് നടക്കണേ. ശേഷം പുറത്തു പോവാൻ ഒരുങ്ങുന്ന സച്ചിയോട് എവിടെ പോവാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ട്രിപ്പ് ഉണ്ടെന്ന് പറയുന്നതും പുറം വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ടെന്ന് ചോദിക്കും. നല്ല പുറം വേദനയുണ്ട് എന്ന് വെച്ച് ഇവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ആ കാറ് എനിക്ക് സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. അതിന്റെ സീറ്റ് എല്ലാം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സോഫ്റ്റും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ പിന്നെന്തിനാ ഇത്ര വേഗം പോകുന്നേ? കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോ അതിനൊന്നും ടൈമില്ല രേവതി. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ. ഒരുപാട് ക്യാഷ് വേണ്ട സമയമാണ്. വെറുതെ ടൈം വേസ്റ്റ് ചെയ്താൽ ട്രിപ്പിന് വന്നവർ വേറെ വണ്ടി വിളിച്ചു പോകും. നീ ഒരു കാര്യം ചെയ്യേ, നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്കേ. രാവിലെ മുതൽ ഒരേ നിൽപ്പ് നിൽക്കുന്നതല്ലേ, അതിന്റെ ക്ഷീണമുണ്ടാവും നിനക്കെന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാൻ ഒരുങ്ങാണ് സച്ചി. അങ്ങനെ പുറത്തു പോവാൻ ഒരുങ്ങുന്ന സച്ചിയോട് എവിടേക്കാണെന്നൊക്കെ അച്ഛമ്മ ചോദിക്കുമ്പോ ട്രിപ്പ് പോകണം, ഇപ്പൊ തന്നെ വെറുതെ കുറെ ടൈം വേസ്റ്റ് ആയെന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊന്നും പറയാതടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു തവണയേ ഉണ്ടാവൂ എന്നൊക്കെ പറയുമ്പോ ആയിക്കോട്ടെ അച്ഛമ്മേ, അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോ എന്ത് കഴിഞ്ഞെന്നാ നീ പറയുന്നത്? ഒരു ചടങ്ങ് കൂടിയുണ്ട്, ശാന്തി മുഹൂർത്തം, അത് നീ മറന്നോ? അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അകത്ത് പോന്നൊക്കെ പറയുമ്പോ സച്ചി രേവതി ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അച്ഛമ്മേ, ഞാൻ വരുമെന്ന് കരുതി കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ക്യാഷിന് നല്ല അത്യാവശ്യമുള്ള സമയമല്ലേ, എനിക്ക് ക്യാഷ് അടിച്ചില്ലെങ്കിൽ ആ ഫിനാൻഷ്യർ വീട്ടിലേക്ക് തിരിഞ്ഞു വരുമെന്നൊക്കെ പറയുമ്പോ ചുമ്മാ പറയാതടാ, ആർക്കാ കഷ്ടപ്പാടില്ലാത്തത്? നിന്റെ കഷ്ടപ്പാടെല്ലാം ഉടനെ ശരിയാവും. ഒന്നുമില്ലെങ്കിലും നിനക്ക് മഹാലക്ഷ്മിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയില്ലേ, അവൾ കൂടെ ഉള്ളപ്പോൾ നീ വിഷമിക്കേണ്ടി വരില്ല, എല്ലാം നല്ലതുപോലെ നടക്കും. ഇന്ന് നീ ഇവിടെ നിൽക്കെന്നൊക്കെ പറയുമ്പോ അച്ഛമ്മേ, ശാന്തി മുഹൂർത്തം രാത്രിയല്ലേ, അതിന് ഇനിയും ടൈമില്ലേ, അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ ഓടിയാലല്ലേ അച്ഛമ്മേ 4 ക്യാഷ് കയ്യിൽ കിട്ടൂന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അമ്മേ, അവൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് എല്ലാ ഏർപ്പാടും ചെയ്തു വെക്കാം, അവനോട് വേഗത്തിൽ വരാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയോടായിട്ട് 8 മണിക്ക് മുമ്പേ വീട്ടിലേക്ക് എത്താൻ പറയുന്നുണ്ട് രവീന്ദ്രൻ. അച്ഛാ, 8 മണിക്കെന്ന് പറയുന്നത് കുറച്ച് കഷ്ടമല്ലേ? ആ സമയത്തൊക്കെ ഒരുപാട് ട്രിപ്പ് കിട്ടുന്ന ടൈമാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോ നോക്ക്, വേഗം വരാൻ പറ്റുമെങ്കിൽ മാത്രം നീ പോയാൽ മതി, ഇല്ലെങ്കിൽ എവിടെയും പോവാതെ ഇവിടെ തന്നെ ഇരിക്കെന്നൊക്കെ പറയുമ്പോ വേണ്ട വേണ്ട, കറക്റ്റ് 8 മണിക്ക് തന്നെ ഞാൻ എത്തിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ജോലിക്ക് പോവുകയാണ് സച്ചി. ഇതെല്ലാം കണ്ടും കേട്ടും ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും ചന്ദ്രമതി. പിന്നീട് അങ്ങനെ അച്ഛമ്മ രവീന്ദ്രനോടായിട്ട് ജോത്സ്യൻ 9:15 മുഹൂർത്തം കുറിപ്പിച്ച് തന്നിട്ടുണ്ട്, അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കോട്ടമ്മേ, അമ്മ പറഞ്ഞതുപോലെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോ ചന്ദ്രമതി അവിടേക്ക് വന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ആരും അനുസരിക്കില്ലെന്ന് ഉറപ്പിച്ചോ? ഈ ശാന്തി മുഹൂർത്തത്തിന്റെ ചടങ്ങ് വേണമോ? ഇത് വേണ്ടെന്ന് വെച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോ ഇതിനെ വേണ്ടെന്ന് വെക്കുന്നത്? കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കേണ്ടതൊക്കെ നടക്കേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛമ്മ. 4 പിരിച്ചു കോർക്കൽ ചടങ്ങ് എന്തായാലും നടന്നു, ശാന്തി മുഹൂർത്തത്തിന്റെ ചടങ്ങ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ? ഇവിടെ കല്യാണം കഴിഞ്ഞ് അവന് നടക്കേണ്ടതെല്ലാം മുറ പോലെ നടന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ ഇവർക്കെന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ചന്ദ്രേ, ആദ്യം കല്യാണം കഴിഞ്ഞത് സച്ചിയുടെ അല്ലേ? സുധിയുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവർക്ക് ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം ചെയ്തു തീർക്കാനാ. എന്നിട്ട് നല്ല സമയം നോക്കി മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ട്, സച്ചിയും അതിന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി നീ ആയിട്ട് അത് മുടക്കാൻ നോക്കണ്ടെന്നൊക്കെ ചന്ദ്രക്ക് താക്കീത് കൊടുക്കുന്നുണ്ട് അച്ഛമ്മ. വൈകി എന്ന് കരുതി എന്താ, ഇവര് വീട് വിട്ടു പോകാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് ചന്ദ്ര വീണ്ടും ചോദിക്കുമ്പോ നിന്നോട് വായടച്ചിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, ഇല്ലതൊന്നും നിന്റെ വായിൽ നിന്നും വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് തന്നെ പറയുകയാണ് ചന്ദ്രമതി. എന്ത് ചെയ്യുമെന്നാ ഈ പറയുന്നത്? എന്ത് ചെയ്യാൻ പറ്റും നിന്നെ കൊണ്ട്? വേണ്ടെന്ന് വെക്കുമ്പോൾ നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടുകയാണോ ഒക്കെ ചോദിച്ച് അച്ഛമ്മ അങ്ങ് ദേഷ്യപ്പെടുമ്പോ അച്ഛമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് രവീന്ദ്രൻ. പറഞ്ഞത് നീ കേട്ടില്ലേ, ആരുടെയോ മകന് വേണ്ടി ചെയ്യുന്നത് പോലെ സച്ചിയും ഇവളുടെ മകൻ തന്നെയല്ലേ? ഇപ്പൊ തന്നെ 2-3 തവണ അവർക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടും അത് വെറുതെയായി. പക്ഷെ ഇന്നത് നടന്നേ തീരൂന്ന് തീർത്ത് പറയാണ്ടോ അച്ഛമ്മ. അങ്ങനെയാണെങ്കിൽ സുധിയുടെ കല്യാണം കഴിഞ്ഞ് 2 പേർക്കും ഒരേ ദിവസം മുഹൂർത്തം കുറിപ്പിക്കാമെന്നൊക്കെ ചന്ദ്രമതി വീണ്ടും പറയുമ്പോ പറ്റില്ല ചന്ദ്രേ, ഇപ്പൊ ഞാനിത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അച്ഛമ്മ. ഇതും പറഞ്ഞ് അച്ഛമ്മ അവിടെ നിന്ന് പോകുമ്പോ എങ്ങനെയെങ്കിലും ഇത് മുടക്കുമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കായിരിക്കും ചന്ദ്രമതി. പിന്നീട് അങ്ങനെ രാത്രിയാകുന്നതും ചന്ദ്രമതി രേവതിയെ അടുത്തേക്ക് വിളിച്ച് കിച്ചണിലെ ജോലിയെല്ലാം തീർന്നോന്നൊക്കെ ചോദിക്കുമ്പോ തീർന്നെന്ന് പറയും. ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് ഇവിടെ എല്ലാം തൂത്തു തുടക്കേ. ഇപ്പോഴോന്ന് രേവതി ചോദിക്കുമ്പോ ഇപ്പോഴല്ലാതെ പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അച്ഛമ്മ എന്നോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോ നീ എന്താ ഫ്ലൈറ്റ് പിടിച്ച് വേറെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ, നേരെ കുറിച്ചിരിക്കുകയല്ലേ, 9 മണിക്ക് മുമ്പേ അച്ഛമ്മ എന്നോട് റെഡിയായി നിൽക്കാനാ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ രേവതി വീണ്ടും പറയുമ്പോ
ഓ അതാണോ ഇപ്പൊ നിനക്ക് മുഖ്യം? ഇപ്പൊ നീ ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി. 7 മണിയല്ലേ ആയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ റെഡിയായി നീ എന്ത് ചെയ്യാൻ പോവാ? ഇപ്പൊ ഞാൻ പറഞ്ഞ ജോലി ചെയ്യെന്നും പറഞ്ഞുകൊണ്ട് രേവതിയോടായിട്ട് തൂത്തു തുടയ്ക്കാൻ ആവശ്യപ്പെടുമ്പോ, ഇല്ലമ്മേ, വിളക്ക് വെച്ചതിന് ശേഷം വീട് കഴിക്കാൻ പാടില്ല, അത് മാത്രവുമല്ല നാളെ വെള്ളിയാഴ്ചയും അല്ലേ എന്നൊക്കെ പറയുമ്പോ, അങ്ങനെയൊന്നുമില്ല, കഴിക്കാൻ പാടില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോ, എന്റെ അമ്മ പറഞ്ഞതാണെന്ന് പറയും. പിന്നെ നിന്റെ അമ്മ വലിയ ജഡ്ജിയാണല്ലോ, അവര് പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യാൻ. ഇത് മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ തുടക്കെന്നൊക്കെ പറയുമ്പോ, ഇതിനെ ഇപ്പൊ അതെല്ലാം ചെയ്യുന്നത്? പകല് തൂത്തു തുടച്ചതല്ലേന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് രേവതി. നീ എന്താ എന്നെ ചോദ്യം ചെയ്യുകയാണോ? ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി. തറയെല്ലാം നല്ല കണ്ണാടി പോലെ തിളങ്ങണം. പോയി ജോലി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞയക്കുന്നുണ്ട് ചന്ദ്രമതി. ഇങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് തറ തുടച്ചുകൊണ്ട് നിൽക്കുന്ന രേവതിയുടെ അടുത്തേക്ക് നല്ല വൃത്തിയായിട്ട് തുടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വരുന്നുണ്ട്. ഇപ്പൊ എന്തിനാ തറ തുടയ്ക്കാൻ പറഞ്ഞതെന്നറിയോ? ഞാൻ വേണ്ടെന്ന് വിലക്കിയിട്ടും നിന്റെ അമ്മയെയും അനിയത്തെയും പൂക്കെട്ടുന്ന സംഘത്തെയും നീ ഇവിടേക്ക് വിളിച്ചു വരുത്തി. ഇവരെല്ലാം ഇവിടേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ കഴുകാൻ പറഞ്ഞതെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ, എന്റെ വീട്ടുകാർ വന്നത് കൊണ്ടാണോ വീട് കഴുകാൻ പറഞ്ഞതെന്ന് രേവതി വിശ്വാസം വരാതെ ചോദിക്കുന്നതും, അതെ, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. കണ്ടവർക്കെല്ലാം ഇവിടെ കയറി വരാൻ ഇതൊരു ആശ്രമമൊന്നുമല്ല. ഈ വീട് ഞാൻ അങ്ങനെ നോക്കുന്നതാണ്. പൂക്കെട്ടുന്നവർ പോരാഞ്ഞിട്ട് റോഡിലൂടെ പോയ ഏതോ ഒരു തള്ളയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. കൊണ്ടൊക്കെയാ ഞാൻ നിന്നോട് വീട് കഴിക്കാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുത്തി നോവിക്കുന്നുണ്ട് ചന്ദ്രമതി. എന്റെ വീടാണിത്, ഇവിടേക്ക് ആര് വരണം വരണ്ട എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. മനസ്സിലായോന്നും ചോദിച്ച് രേവതിയോട് നല്ല വൃത്തിയായിട്ട് തുടക്കാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്രമതി പറഞ്ഞതെല്ലാം ഓർത്ത് രേവതി ഇങ്ങനെ വിഷമത്തോടെ അവിടെ തുടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും സച്ചി ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. സച്ചിയെ കാണുന്നതും പെട്ടെന്ന് തന്നെ കണ്ണു തുടക്കുന്നുണ്ട് രേവതി. സച്ചി അങ്ങനെ അവളുടെ അടുത്തേക്ക് വരുന്നതും സച്ചിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി തിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോ, ഒന്നവിടെ നിന്നേ, നിനക്കെന്ത് പറ്റി? എന്താ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കലങ്ങിയിട്ടുണ്ടെന്നോ? അങ്ങനെയൊന്നുമില്ലെന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ കരഞ്ഞിട്ടുണ്ടെന്ന്. അല്ല, ഈ സമയത്ത് എന്തിനാ തറ തുടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ, വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണ്ടേന്നൊക്കെ പറയുന്നതും, പിന്നെ ഈ പാതിരാത്രിയാണല്ലോ തറ തുടച്ച് വൃത്തിയാക്കുന്നത് എന്ന് പറയുന്നുണ്ട് സച്ചി. ഇവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടേ നിന്നോട് ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? മുഖം കണ്ടാൽ അറിയാം ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ സച്ചി വീണ്ടും ചോദിക്കുമ്പോ, ഇല്ലെന്നേ, ഒന്നുമില്ലെന്ന് തന്നെ പറയുകയാണ് രേവതി. നേരം രേവതിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട്, അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രേവതിയെ കണ്ടേ, അപ്പൊ അവരെന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇത് പറഞ്ഞതെന്ന് വീണ്ടും ചോദിക്കുമ്പോ, ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ജോലിയുണ്ട്, വാ ഞാൻ ഭക്ഷണം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി തിരിഞ്ഞു പോവാനൊരുങ്ങുമ്പോ രേവതിയുടെ കൈ പിടിച്ചു നിർത്തിക്കൊണ്ട്, നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത്, പറയുന്ന ദേഷ്യത്തോടെ പറയുകയാണ് സച്ചി. സമയം രേവതിയും ദേഷ്യത്തോടെ, ഇപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? എന്റെ വീട്ടുകാർ ഇവിടേക്ക് വരുന്നത് വലിയ പാപമാണെന്നാണ് നിങ്ങളുടെ അമ്മ പറയുന്നത്. കൊണ്ട് വീട് കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അത് മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോ, അമ്മയാണോ അങ്ങനെ പറഞ്ഞത്? അവരങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ അത് അതേപടി അങ്ങ് അനുസരിക്കണോന്ന് ദേഷ്യത്തോട് കൂടി ചോദിക്കുന്നുണ്ട് സച്ചി. തുടർന്ന് രേവതിയുടെ കയ്യിലെ മോപ്പ് വാങ്ങി വലിച്ചെറിഞ്ഞുകൊണ്ട്, അവരെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിന്നെ എന്തും പറയാമെന്നോ? ഇവിടെ അവരെന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യപ്പെടാൻ ഒരുങ്ങുമ്പോ രേവതി സച്ചിയെ തടയുന്നതും, വെറുതെ വിടണം എന്നാണോ നീ പറയുന്നത്? ഇതൊന്നും ചോദ്യം ചെയ്യാതെ വിട്ടാൽ ഇവർ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും എന്നെല്ലാം പറഞ്ഞു പൊട്ടിത്തെറിക്കുന്ന സച്ചിയെ ഒരുവിധം സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ രേവതി. സച്ചിയാണെങ്കിൽ കലി അടങ്ങാനാകാതെ അവിടെയുള്ള ബക്കറ്റും വെള്ളവും കാല് കൊണ്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അവരെവിടെ? ഞാൻ വന്നതറിഞ്ഞു ഒളിച്ചിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോ, കലി പൂണ്ട് നിൽക്കുന്ന സച്ചിയെ കണ്ട് രേവതി അവനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് ചോദിക്കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോ, വെറുതെ എന്തിനാ ചോദിച്ചു വലിയൊരു വഴക്കുണ്ടാക്കുന്നത്? എന്നോട് കാണിക്കുന്ന ഈ അനീതി എത്രയെന്നാ ഞാൻ കണ്ടില്ലെന്ന് വെക്കുക. ഇനിയും ചോദ്യം ചെയ്തില്ലെങ്കിൽ അവര് നമ്മുടെ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങും. എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോ, സച്ചിക്ക് തന്നോടുള്ള സ്നേഹവും കരുതലും കണ്ട് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് രേവതിക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നിന്റെ അമ്മയും അനിയത്തിയും ഒക്കെ എന്നെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അവർ വരുമ്പോൾ അവരെയും അതുപോലെ സ്വീകരിക്കണ്ടേ? ഇത് നീ അമ്മ പറഞ്ഞതും കേട്ട് അതുപോലെ അങ്ങ് അനുസരിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ, ഇത് അവരുടെ വീടല്ലേ, അപ്പൊ അവര് പറഞ്ഞതുപോലെ ചെയ്യണ്ടെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അവര് പറഞ്ഞു, ഇതെന്റെ അച്ഛന്റെ പേരിലുള്ള വീടാണ്, കൂടാതെ ആ നശിച്ചവൻ പറ്റിച്ചിട്ട് പോയ ലക്ഷങ്ങളും, അപ്പൊ എല്ലാ അവകാശങ്ങളും നമുക്ക് ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവരെന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതിരിക്കരുത്, നിനക്ക് ഇവിടെ എല്ലാ അവകാശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ അവരോട് തിരിച്ചു പറഞ്ഞോണമെന്നൊക്കെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചി. അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോ നിറഞ്ഞ സന്തോഷത്തോടു കൂടി അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവള്. ഇതങ്ങനെ രവീന്ദ്രൻ ചടങ്ങിനുള്ള പാലും പഴവും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്ന് ചന്ദ്രമതിയോട് ഇതങ്ങ് അകത്തേക്ക് വെക്കാൻ പറയുമ്പോ, കൊണ്ടൊന്നും വയ്യ, എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തിരിഞ്ഞങ്ങ് പോകുമ്പോ
സച്ചി അവിടെ ഒഴിച്ച വെള്ളം കാണാതെ അതിൽ ചവിട്ടി ഊരയും കുത്തി വീഴാണ് കേട്ടോ ചന്ദ്രമതി ചെയ്യുന്നത്. അയ്യോ എന്റെ ഊരയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അലറി വിളിക്കുമ്പോ രവീന്ദ്രൻ സുധിയെയും ശ്രീകാന്തിനെയും വിളിക്കുന്നുണ്ട്. വന്ന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് അമ്മയെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. യുദ്ധം കേട്ട് രേവതി വാതിൽ തുറന്ന് പുറത്തേക്ക് വരാൻ ഒരുങ്ങുന്നതും അവളെ തടിയാണ് കേട്ടോ സച്ചി. ചന്ദ്രമതിക്ക് ഇത് കിട്ടേണ്ടതാണ്. ഇപ്പൊ അവരെ നോക്കാൻ അവരുണ്ട് അവിടെ. എല്ലാവരും കൂടി എടുത്തു പൊന്തിക്കാൻ ഇവരെന്താ വാട്ടർ ടാങ്കോ മറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോവാൻ ഒരുങ്ങുന്ന രേവതിയെ തടിയാണ് സച്ചി. എന്ത് പറ്റിയെന്നും ചോദിച്ച് അച്ഛമ്മ അവിടേക്ക് വരുമ്പോ അമ്മ വെള്ളത്തിൽ വഴുക്കി വീണതാണെന്ന് പറയുന്നതും വഴുക്കി വീഴാൻ നീ എന്താ കൊച്ചുകുട്ടിയാണോ, അറയിൽ നോക്കി നടക്കാൻ നിനക്ക് അറിയില്ലേ എന്നൊക്കെ പറയുമ്പോ വേദന കൊണ്ട് അലറുകയാണ് കേട്ടോ ചന്ദ്രമതി. ആ നേരം ചന്ദ്രമതിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സത്യത്തിൽ വീണോ അതോ ഇത് നിന്റെ നാടകമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛമ്മ. എന്താ അച്ഛമ്മ ഇത്, അമ്മ വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സുധി. അവർക്ക് ശാന്തി മുഹൂർത്തം ഏർപ്പാട് ചെയ്ത് അതേ നേരത്ത് തന്നെ ഇവർ വഴുക്കി വീണു. രാവിലെ മുതൽ ഇത് നടക്കരുതെന്നും പറഞ്ഞു ഓരോ മുടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അച്ഛമ്മ. ഇവൻ പോകുന്ന പോലെയുള്ള വേദനയുണ്ട് ഇവിടെ മനുഷ്യനെ, അപ്പൊ വെറുതെ നാടകമാണെന്നൊന്നും പറഞ്ഞ് കളിയാക്കല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ ഇതും ശ്രീകാന്തും കൂടി ചന്ദ്രമതിയെ പിടിച്ച് റൂമിലാക്കുമ്പോ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്നുള്ള മട്ടിൽ നിൽക്കായിരിക്കും സച്ചി.